ഇങ്ങനെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് അതിമനോഹരമായിട്ടുള്ള പൂര വിളംബര നടത്തി കഴിഞ്ഞു. ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം ഇത്തരത്തിലുള്ള പൂരപ്രേമികളാൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഈ രാത്രി ഏറ്റവും അവസാനത്തെ ചമയപ്രദർശനം കാണാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് തൃശ്ശൂർക്കാരെല്ലാം. ഒപ്പം തന്നെ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇത്തരത്തിൽ വിവിധ ചടങ്ങുകളിലേക്ക് തൃശ്ശൂർ പൂരം പ്രവേശിക്കുകയാണ്. നാളെ കണിമംഗലം ശാസ്താവിൻ്റെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയായി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടി പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. അത്തരത്തിൽ വലിയ മലയാളികൾ എമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തു നിൽക്കുന്ന ആ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത്തവണ പൂരം ഏറെ ഗംഗേമമാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഒരു സൂചന നൽകിയിട്ടുണ്ട് സാർ എന്ന് സിനിമാ ഡയലോഗൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനനുസ്മരിക്കുന്ന തരത്തിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. എറണാകുളം ശിവകുമാരൻ്റെ മസ്തകത്തിലേറി നെയ്തലക്കാവ് ഭഗവതി ഇന്ന് എഴുന്നള്ളി പൂരം വിളംബരം ചെയ്തതോടുകൂടി ഈ തെക്കേ ഗോപുര നട ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ തടിച്ചുകൂടിയ ഒരു ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം ഒരു സൂചന നൽകുന്നുണ്ട് നാളത്തെ പൂരം എത്രത്തോളം ഗംഭീരമായിരിക്കുമെന്നുള്ളത്. എന്നോടൊപ്പമുള്ളത് അരുൺ ആലത്തൂരാണ്. അരുണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ പൂരം റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ ദുരനുഭവങ്ങൾ നേരിട്ട് കൂടി അനുഭവിച്ച വ്യക്തി കൂടിയാണ് അരുൺ. ഇത്തവണ അതെല്ലാം മാറി നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. കാരണം തികഞ്ഞ പുഞ്ചിരിയോട് കൂടിയാണ് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ എത്തിയിട്ടുള്ള എല്ലാവരും നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇത്തവണ വളരെ മനോഹരമായിട്ട് പൂരം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെയുള്ള എല്ലാ ഉത്സവ കമ്മിറ്റികളിലും നമ്മൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഏതായാലും ഇത്തവണ ഈ ഒരു പൂരത്തിന് അനുകൂലമായുള്ള കാലാവസ്ഥ ഉണ്ടാവണം. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഗമ്യമായി നടക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഫിറ്റ്നസ് നമ്മൾ അല്പസമയം മുൻപ് ഏകദേശം 1 മണിക്കൂർ മുൻപ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആനകളൊക്കെ തിരിച്ചയക്കുന്ന തരത്തിൽ ഒരു 100ഓളം ആനകൾ പറയേണ്ടത്. അത് 110% സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള പൂരമായിരിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാം പൂരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ച പോലും പലതരത്തിൽ ആഘോഷിക്കപ്പെടാനും ദുരുപയോഗം ചെയ്യപ്പെടാനും പ്രചരിപ്പിക്കപ്പെടാനും വലിയൊരു സംഘം തന്നെ പുറത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടുത്തിടെയായിട്ട് ഈ പല ക്ഷേത്ര ഉത്സവങ്ങളിലും ആനകൾ ഇടയുന്നു. ആ ഇടയുന്നത് പലപ്പോഴും അത് എന്തുകൊണ്ടാണെന്നുള്ള ചിന്തകൾ പോലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. ബോധപൂർവം ആരെങ്കിലും ഇത് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്നതാണോ എന്നുള്ളൊക്കെ ചിന്തകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സുരക്ഷ അത് ഉറപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫിറ്റ്നസ് പരിശോധന നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ 110% ഉറപ്പാക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചത്. അതിനി നാളെ രാവിലെ വരെ പരിശോധന നീളും എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം അത് തൃശ്ശൂർ പൂരം തന്നെയാണ്. ഒരേ സമയം തന്നെ ഇന്ന് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് എത്തിയത് 100ഓളം ആനകളാണ്. തിരുവമ്പാടിയുടെ 50-ഉം പാറമേക്കാവിന്റെ 50 എന്നുള്ളത്. നമുക്കിന്ന് അതിഥികളിലേക്ക് കൂടി കടക്കേണ്ടത്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമുക്കറിയാം ഈ തൃശ്ശൂരിന്റെ കലാകാരന്മാരാണ്. ഇത്തവണ ഒരു സർപ്രൈസൊക്കെ ആയി ഒരു പൂരഗാനം എല്ലാം പുറത്തിറക്കിയിട്ടാണ് ഇവർ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ തത്സമയ സംപ്രേഷണത്തിൽ ഹരിയേട്ടൻ അതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു. സന്നിധാനേട്ടനാണ് കിട്ടാതിരുന്നത്, തിരക്കിലായിരുന്നു, ബ്ലോക്കൊക്കെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആൽബം കേൾക്കണം, ആൽബത്തിൻ്റെ വിശേഷങ്ങൾ കാണണം, പൂരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ അറിയണം. എന്താണ് ഇത്തവണത്തെ പൂരത്തിലേക്ക് എത്തുമ്പോൾ? ഇപ്പോഴത്തെ പൂരം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറേ പാട്ടുകൾ ഓരോ വർഷം തൃശ്ശൂർ പൂരത്തിൻ്റെ പാട്ട് പാടാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഹരി ഞാനും കൂടെ കേരളോർമ്മ കാലം തൊട്ടുള്ളൊരു സൗഹൃദമാണ്. പിന്നെ അത് കഴിഞ്ഞ് സംഗീത പരിപാടി, ഏഷ്യാനെറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഹരിയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും നമുക്കൊരു പൂരപ്പാട്ട് വേണ്ടേ. അവസാനം വേണ്ടേ എന്നുള്ളതല്ല, നമുക്ക് ഈ വർഷം ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. 2 വർഷം മുമ്പേ പ്ലാൻ ചെയ്തൊരു പാട്ടാണ്. പക്ഷേ അത് ഈ വർഷമാണ് അത് പിറവിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് പാടിക്കഴിഞ്ഞു. പാടുന്ന നേരത്ത് തന്നെ നമുക്കതറിയാം. പിന്നെ ഹരിയാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്ന പാട്ട്. ഹരി തന്നെ വരികളും ഹരി തന്നെ അതിൻ്റെ സംവിധാനം. കോളേജിൽ പഠിക്കുമ്പോഴേ ആൾ ചെറിയൊരു ബാലേന്ദ്ര മേനോനാണ്. അപ്പോൾ ടവലില്ല എന്നുള്ളൂ, ടവല് ആള് കളഞ്ഞുപോയി. അപ്പോൾ അതിമനോഹരമായി അത് വന്നിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 5.5 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അത് എല്ലാവർക്കും വേണ്ടി പാടാം. പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ടേ ചേലൊത്ത പെണ്ണൊരുത്തി, മേളപ്പെരുക്കത്തിനൊപ്പം തൂടി കൊട്ടി നെഞ്ചിൽ നിറഞ്ഞൊരുത്തി.
പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ടേ ചേലൊത്ത പെണ്ണൊരുത്തി, മേളപ്പെരുക്കത്തിനൊപ്പം തുടികൊട്ടി നെഞ്ചിൽ നിറഞ്ഞൊരുത്തി. ഉള്ളിലൊരായിരം ഉത്സവ ഭംഗിതൻ വർണ്ണക്കുട നിരത്തി, പൊള്ളും വെയിലിലും പുഞ്ചിരി തൂകുന്ന മേടപ്പൂ പോലൊരുത്തി. പിന്നെ അതിൻ്റെ അനുപല്ലവി അതിലും മനോഹരമാണ്. കാരണം തൃശ്ശിവപേരൂരിനൊത്ത നടുവിലെ മുത്തണി പൂരം കാണാൻ മൂക്കുത്തിയും കമ്മലും ചാന്തുമണിഞ്ഞവൾ ചാരത്തണയുന്നുണ്ടേ. അത് കഴിഞ്ഞ് ചരണത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പൂരം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്ന് ഹരി നല്ലൊരു പ്രേമപൂരം അല്ലേ, അത് പൂരപ്രേമം. അതെ, അങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അത് ആകാശക്കാവിൽ 1000 താരങ്ങൾ ആടിത്തിമിർക്കുന്നുണ്ടേ, താഴെ ഈ പൂരപ്പറമ്പിൽ ഞങ്ങൾ വാടിത്തുടിക്കുന്നുണ്ടേ. ആകാശക്കാവിൽ 1000 താരങ്ങൾ ആടിത്തിമിർക്കുന്നുണ്ടേ, താഴെ ഈ പൂരപ്പറമ്പിൽ ഞങ്ങൾ വാടിത്തുടിക്കണുണ്ടേ. പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ടേ ചേലൊത്ത പെണ്ണൊരുത്തി, മേളപ്പെരുക്കത്തിനൊപ്പം തൂടികൊട്ടി നെഞ്ചിൽ നിറഞ്ഞൊരുത്തി. അതെ, എല്ലാവരും ഇപ്പോൾ അങ്ങേറ്റി പാടിയതുപോലെ എല്ലാവരും ഏറ്റി പാടാൻ തുടങ്ങി. കാരണം ഈ പാട്ടിന്റെ ഈണം എല്ലാം എല്ലാവർക്കും പാടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നാടൻ പാട്ടിന്റെ ഈണം തന്നെയാണല്ലോ. ഒരു ജനകീയമാകാൻ ഒരു പൂരം തന്നെ ഒരു ജനകീയമാണ്, ജനകീയമായിട്ടുള്ള ഒരു ഈണം തന്നെ പിടിച്ചല്ലേ. അത് എന്താ പറയുക, നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്ന് പറയുന്നതിലാണല്ലോ അഭിമാനിക്കുക. നമുക്കില്ല അസാധാരണത്വമൊന്നുമില്ല. സാധാരണക്കാരൻ്റെ ഒരു പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ ഹൃദയത്തിലെ സംഗീതത്തിന് ഈ നാടൻ ശീലം കൂടുതലാണ്. കലാഭവമണിച്ചേട്ടൻ്റെ പാട്ടുകൾക്ക് ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? സന്നിധാനൻ സ്റ്റേജുകളിൽ പാടുന്ന പാട്ടുകളിൽ സന്നിധാനൻ്റെ സ്വരം, ആ ഒരു വോയിസ് കൾച്ചർ, ആളുകൾക്ക് ആ മോഡുലേഷൻ ഇഷ്ടപ്പെടുന്നത് അതിലെ ആളുകളുടെ ഒരു വേദനയും നൊമ്പരവും ചെറിയ സന്തോഷമൊക്കെ ചേർന്നത്. എന്നാൽ ഈ പാട്ടിലും പകർത്തി വെച്ചിരിക്കുന്നത് പ്രണയിക്കുന്ന 2 പേര്, അവരുടെ ഒരു കാത്തിരിപ്പും അയാള് പ്രിയപ്പെട്ടവളെ കുറിച്ച് പറയുന്ന സൗന്ദര്യ വർണ്ണനകളും കാത്തിരിപ്പും പ്രതീക്ഷയൊക്കെ ചേർന്നാണ്. ഈ പാട്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് പ്രണയങ്ങൾ മുട്ടിടാനുള്ള സാധ്യത ഉണ്ടോ? ഹരിക്ക് ഒരുപാട് സാധ്യതകൾ കാണുന്നു. ഒരുപാട് ഇത്രയും ആളുകൾ ഈ പാട്ട് കേട്ടിട്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു, പലരും വിളിക്കുന്നു. അത് നല്ലൊരു അനുഭവമാണ്. കാരണം പൊതുവേ ഞാൻ പ്രണയ സോങ്ങുകൾ വളരെ കുറച്ച് മാത്രം പാടിയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും അടിപൊളി പാട്ടുകൾ, അല്ലെങ്കിൽ കുറച്ച് ഹൈപ്പിച്ച് പാട്ടുകൾ, പിന്നെ കുറേ ഡിവോഷണൽ പാട്ടുകൾ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ പാടിയ ഒരു പ്രണയഗാനങ്ങളിൽ ഒന്നാണിത്. അപ്പം അതുകൊണ്ട് പലരും അത് നല്ല രീതിയിൽ തന്നെ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും അത് പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഇന്നലെ യാദൃശ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്ന പാർലം പ്രീമിയർ ലീഗ് PPL നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോഴേ അവിടെ കളിയുടെ ഗ്യാപ്പിൽ ഈ പാട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലോ. നമ്മൾ സന്നിധാന ചേട്ടന്റെ ഈ ഭക്തിഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ നെഞ്ചിങ്ങനെ തുളച്ചു കയറുന്ന ഫീലാണ് ഉണ്ടാകുന്നത്. ഗുരുവായൂരപ്പന്റെ പവിഴാധരം മുത്തും മുരളികയാണെൻ്റെ ജന്മം, അവിടുത്തെ മാധുര്യമെല്ലാം തിരയടിച്ചുയരുന്ന കടലെൻ്റെ കണ്ഠം. എനിക്ക് ഒരു നേരമെങ്കിലൊക്കെ ഓർമ്മ വന്നു. 2 ഒരുപാടാവും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിലൊന്നാണ്, എന്നും കേൾക്കുന്ന ഒരു പാട്ടുകളിലൊന്നാണ് ഇത്. അതൊന്നുകൂടി കേൾക്കാൻ സാധിച്ചെന്നുള്ള. ഇപ്പോൾ നിരവധി ഡിവോഷണൽ സോങ്ങുകൾ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ. ഇതോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 പാട്ടുകളുടെ ഒരു 6 പൂരം സോങ്സ് ഉണ്ട്. എന്താണ് അതിൻ്റെ, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികളൊക്കെ, എങ്ങനെയാണ് രചനാ രീതികളെ ഓരോന്നിനൊരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കല്ലോ. ആദ്യം എഴുതിയൊരു പാട്ടിൽ അത് ഇന്ദുലേഖ വാര്യർ പാടിയത്. ആ പാട്ട് ഒരു ക്ലാസിക്കൽ സോങ്, ക്ലാസിക്കൽ ഡാൻസ് മൂഡിലായിരുന്നു. പൂരം മനോഹരം, മേളം രസാവഹം, കാലം മുഴക്കുന്ന കേളികൊട്ട് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു. പൂരം മനോഹരം, നേരം പ്രഭാമയം, കാലം കൊളുത്തുന്ന കെടാവിളക്ക് എന്നാണ്. ശക്തനൻ തമ്പുരാൻ വിശ്വത്തിനേകിയ ഉത്തമ സമ്മാനം ഈ ഉത്സവം,
തൃശിവ പേരൂരിൻ ചൈതന്യമേറ്റുന്ന വിശ്രുത സൗന്ദര്യം ഈ സംഗമം. പിന്നെ പല പാട്ടുകൾക്കും പലപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് പൂരത്തിനൊരു അനിശ്ചിതത്വം വന്നപ്പോൾ ഹൃദയത്തിൽ പൂരം എന്നൊരു പാട്ട് ഞാൻ ഒരിക്കലും വിജേഷ് ഗോപാലാണ് അത് പാടിയിരുന്നത്. പൂരത്തിനാരും ഇല്ല എന്നാരു ചൊല്ലി ഇന്ന് പൂരം ഈ ഉള്ളത്തിലല്ലേ, മേളത്തിനാരവം കേൾക്കാം അത് ഹൃദയത്തിൻ്റെ സ്പന്ദന താളമല്ലേ എന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഉണ്ണികൾക്കിഷ്ടം ഈ പൂരം, കണ്ണുകൾക്കിമ്പം ഈ പൂരം, എണ്ണിയാൽ തീരാത്ത വർണ്ണക്കുടമാറി, കർണങ്ങൾക്കാനന്ദ മേള തുടിപ്പേകി, ഉള്ളം നിറയ്ക്കുന്ന പൂരം എന്ന രീതിയിലുള്ള പാട്ട്. അങ്ങനെ വ്യത്യസ്തമാണ്. എനിക്ക് ആ കൂട്ടത്തിൽ നമ്മുടെ രഞ്ജിത്ത് ഉണ്ണി ഉണ്ടല്ലോ, രഞ്ജിത്ത് ഉണ്ണിയാണ് എൻ്റെ മേടെ ജിമിക്കിങ്കമലും എന്ന പാട്ട് വിനീത് ശ്രീനിവാസനോട് പാട്ട്. രഞ്ജിത്ത് പാടിയൊരു ഞാൻ എഴുതിയിട്ടുള്ളൊരു ആൽബം ഉടൻ പൂരം എന്നൊരു ആൽബം ഉണ്ട്. അത് നമ്മുടെ കലേഷും മാത്തുക്കുട്ടിയാണ് അഭിനയിച്ചത്. യൂട്യൂബിലുണ്ട് ഈ പാട്ടുകളൊക്കെ. അതിലെ ഒരു വരി ഓർക്കുകയാണെങ്കിൽ, പനമുക്കാമ്പള്ളിക്കും ചെമ്പൂക്കാവിനും ചെറുപൂരം കൂടാൻ കാരമുക്കും ലാലൂരും വന്നേ, ചൂരക്കൊട്ടുക്കാവിൻ ചെമ്പടമേളം കൊട്ടിക്കേറിയ നേരം അലിവോടെത്തി അയ്യന്തോളമ്മ എന്നൊരു വരിയുണ്ട്. ഞാൻ ഈ വരി പറയാനുള്ള കാരണം, അതുപോലെ തന്നെ നെയ്തലക്കാവമ്മ നൽകിയ നേദ്യമുണ്ടൊരു നേരുമായി നേരെ എത്തി തേക്കിൻ കാടരികിൽ, കണിമംഗലം ശാസ്താവിത കമനീയമായ. ഈ പാട്ടിലെ വരികളിൽ കോർത്തു വയ്ക്കാൻ ശ്രമിച്ചത് ഘടകപൂരങ്ങളെ കുറിച്ചാണ്. നമ്മൾ പൂരം ആഘോഷിക്കുമ്പോൾ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ പാറമേക്കാവും തിരുവമ്പാടിയും ഒത്തുചേരുന്ന മത്സരാത്മകമായൊരു ഉത്സവം, അതിൻ്റെ ഘടകപൂരങ്ങളെ കുറിച്ചുള്ള പഠനം. വടക്കും നാഥന്റെ പൂരം കാണാൻ അമ്പലമുറ്റം നിറഞ്ഞു നിന്നു, പാറമേക്കാവമ്മ എഴുന്നള്ളുന്നു, അമ്പാടി കണ്ണനും എഴുന്നള്ളുന്നു. ലീലാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഈ പൂരത്തെക്കുറിച്ച് എഴുതാനേ നിരവധിയുണ്ട്. കാരണം പൂരം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണല്ലോ, അത് ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം ഇതെല്ലാം ഉൾക്കൊള്ളിക്കണമല്ലോ എന്നുള്ളത്. രചനയിൽ അതെങ്ങനെയാണ്, അതൊരു വെല്ലുവിളിയായിട്ടുണ്ടോ? ഈ ഘടകപൂരങ്ങള് പൊതുവെ അത്ര പെട്ടെന്ന് നമ്മൾ എല്ലാവരും പൂരം എന്ന് പറയുമ്പോൾ ആദ്യം തിരുവമ്പാടി പാറമേക്കാവ്, പക്ഷെ ആ ഘടകപൂരങ്ങളെ കുറിച്ച് കൂടെ എഴുതി ചേർക്കുന്നു. അതാണ് അത് ഞാൻ പറയുന്നത്. നമ്മളെക്കാളൊക്കെ അനുഭവസമ്പന്നരായിട്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളുകൾ പഠിച്ചും പരിചയിച്ചും പറഞ്ഞു തന്നിട്ടുള്ളതിന്റെ എക്സ്ട്രാക്ട് ചെയ്യുള്ളൊരു ക്രീം നമ്മൾ അറിഞ്ഞ് പറയുന്നേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറത്തുള്ള ഇൻഡെപ്ത് ജ്ഞാനം നമുക്ക് ഉണ്ടാവണമെന്നില്ല. വിനോദ് കണ്ടങ്കാവിൽ എന്നൊരു അദ്ദേഹം എഴുതിയ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അദ്ദേഹം തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള ചില വീഡിയോസിലൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടതിൽ ഈ ഘടകപൂരങ്ങൾ ഓരോന്നും നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന വീഡിയോ കണ്ട. ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇറക്കി പൂജ, അവിടുത്തെ അതിൻ്റെ ഓരോ മേളത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾപ്പെടെ വളരെ വിപുലമാണ്, വിശാലമാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ. അതിപ്പോൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരു തെറ്റല്ല. നമുക്ക് ഓരോരുത്തർക്കും ആസ്വാദനം, കുടമാറ്റം കാണാനായിരിക്കും, വെടിക്കെട്ട് കാണാനായിരിക്കും, സമയപ്രദർശനം കാണാനായിരിക്കും, നമുക്ക് ഇലഞ്ഞിത്തര മേളം കാണാനായിരിക്കും. പക്ഷേ അതുകൂടെ അറിയുമ്പോഴാണ് ഈ പൂരത്തെക്കുറിച്ചുള്ളൊരു അനുഭവം പൂർണ്ണമാകുന്നുള്ളൂ എന്നാണ്. ഇനി ഇപ്പോ പ്രേമപൂരം, പൂരപ്രേമം വന്നല്ലോ. എപ്പോഴും ആനപ്രേമം, മേളപ്രേമം, ഈ പ്രേമമായിട്ടാണ് കണക്ട് ചെയ്യാറ്. ഇപ്പൊ ഈ പാട്ടിലും അങ്ങനെ തന്നെ. ഇനി അടുത്ത പ്രേമം എന്തിനാ കുറിച്ചുള്ള അതൊന്ന് ആലോചിക്കണം. പാട്ട് അത് ഞാൻ ആലോചിച്ച ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു ചെയ്യുന്നത്, ഒന്നാക്കി മാറ്റുന്നു ഈ പൂരം, ഒന്നാക്കി നമ്മളെ പൂരം, നന്നാക്കി നമ്മളെ പൂരം, ഒന്നാക്കി നന്നാക്കി നമ്മൾ നല്ലോണം കൊണ്ടാടുന്ന പൂരം, ഉള്ളാകെയും തൃശ്ശൂർ പൂരം. ഒരു വരി മനസ്സിലെന്നാണ്, ഇത് വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഇത് ഒന്നാക്കുക, എല്ലാവരെയും ഒത്തുചേർക്കുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. പത്രം എടുത്തു നോക്കിയാൽ, വാർത്ത എടുത്തു നോക്കിയാൽ എല്ലായിടത്തും വിഭാഗീയത, ആളുകൾ തമ്മിൽ തർക്കം, അല്ലെ, പ്രശ്നങ്ങൾ, വഴക്കുകൾ, കലഹങ്ങൾ. തൃശ്ശൂർ പൂരം പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവരെല്ലാവരെയും, എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിലും പെട്ട ജനങ്ങളെല്ലാവരും ഒത്തുചേർത്ത് ഇവിടെ എത്തിക്കുന്നു എന്ന് പറയുന്നൊരു സമത്വ സൗന്ദര്യം ഉണ്ടല്ലോ. അങ്ങനെ ഒരു പാട്ടാവാം ഇനി നമുക്ക് വരും വർഷങ്ങളിൽ എപ്പോഴും, അല്ലെ. എന്താ പറയാ, എവിടെയൊക്കെ പോയി കളിച്ചാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴ്ത്തേക്ക് വരണം എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്തേ നീയും പോരേ തൃശ്ശൂർ പൂരം കാണാൻ. ഈ പാട്ടുണ്ടായാലേ നമുക്ക് ആ ഒരു ഇതുണ്ട്, പൂർണ്ണത. അപ്പോൾ എന്ന് കരുതി പുതിയ പാട്ടുകൾ ഉണ്ടാവണം, പഴയ പാട്ടുകളെ അതുപോലെ നമ്മൾ ചേർത്ത് പിടിക്കുകയും വേണം. തീർച്ചയായും നമുക്കൊരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പൂരക്കാഴ്ചകളിലേക്ക്, പൂരത്തലേന്നത്തെ കാഴ്ചകളിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള.